നമ്മൾ കേരളീയരെ ഞെട്ടിക്കേണ്ട ഒരു വാർത്തയുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ MDMA കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത് കഴിഞ്ഞ 3-4 വർഷങ്ങളായി കേരളത്തിലാണ്. പഞ്ചാബായിരുന്നു നമ്മുടെ തൊട്ട് മുൻപിലുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മൾ പഞ്ചാബിനെ കീഴടക്കി 1-ാം സ്ഥാനത്ത് വന്നിരിക്കുന്നു. കാരണം എന്താണ്? എന്തുകൊണ്ടാണ് കേരളീയർ ഇതിലേക്ക് കൂടുതൽ ആകർഷിക്കപ്പെട്ടത്? പല കാരണങ്ങളുണ്ട്. സാമ്പത്തിക, സാമൂഹ്യ, വിദ്യാഭ്യാസ, രാഷ്ട്രീയ കാരണങ്ങളുണ്ട്. അതിലൊന്ന്, കേരളത്തിലെ യുവാക്കൾ വലിയ തോതിൽ ബാംഗ്ലൂരിലും മറ്റു പട്ടണങ്ങളിലുമൊക്കെ വിദ്യാഭ്യാസത്തിന് പോയി തുടങ്ങുകയും ഇതുപോലെയുള്ള ഹൈ ക്ലാസ് സ്റ്റുഡൻസ് പഠിക്കുന്ന ഈ ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ ഇത്തരം രാസലഹരി വസ്തുക്കൾ എന്ന് പറയുന്നത് ഒരു ഫാഷനായി മാറുകയും അവിടെ നിന്നത് കോപ്പി ചെയ്യുകയുമാണ് ഉണ്ടായത്. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഈ രാസലഹരി കേന്ദ്രങ്ങളെന്ന് പറയുന്നത് ബാംഗ്ലൂരും ഗോവയുമാണ്. ഇത് കേരളത്തിൻ്റെ തൊട്ടടുത്ത പ്രദേശങ്ങളാണ്. രണ്ടാമത്തെ കാരണം സാമ്പത്തിക കാരണങ്ങളാണ്. ഗൾഫ് പ്രവാസം മതിയാക്കി ഒരുപാട് ആളുകൾ തിരിച്ചു വന്നപ്പോൾ ആ ഗൾഫ് പണത്തിൻ്റെ കാലഘട്ടത്തിലുണ്ടായിരുന്ന ജീവിത രീതി ശീലിച്ചതുകൊണ്ട്, അത് മാറ്റാൻ കഴിയാത്തതുകൊണ്ട് ഇതുപോലെയുള്ള വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കുമൊക്കെ പണത്തിന് കൂടുതൽ ആവശ്യമുണ്ട്. പണം കുറഞ്ഞു വരുമ്പോൾ അത് ഉണ്ടാക്കാനുള്ള മാർഗങ്ങൾ അവർ അന്വേഷിക്കുകയാണ്. അങ്ങനെയാണ് ഇതിൻ്റെ ഏജൻസികൾ ഇവരെ കാരിയർമാരായി ഇതിനെ വയ്ക്കുന്നത്. ഇത്തരം കാരിയർമാർക്ക് ഒരു ദിവസം 5000 മുതൽ 6000 വരെയാണ് ഒരു തവണ ഇത് കടത്താൻ അവർ വാഗ്ദാനം ചെയ്യുന്നത്. പലപ്പോഴും പല യുവാക്കളും ഇത് ഉപയോഗിക്കുന്നവരല്ലെങ്കിൽ കൂടി ഇതിൻ്റെ കാരിയേഴ്സായിട്ട് പിടിക്കപ്പെടുകയാണ് ചെയ്യുന്നത്.